ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. എന്താ എല്ലാവരും ശ്രദ്ധിക്കുന്ന എൻ്റെ മുടിയാണോ? അത് മുടി കെട്ടാൻ പോയ ഗൈസ് പൊന്നസാറുണ്ടായി. നമ്മൾ രാത്രി പരിപാടി ഇന്ന് നമ്മൾ എന്തിനാ വന്നത്? ഗൗരി ഇന്ന് വിദേശത്ത് പോകണം ഗൈസ് എന്നാണ് പറഞ്ഞത്. എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഇനി അറിയാം റെയിൽവേ സ്റ്റേഷനാണ് എന്നൊക്കെ. പിന്നെ നമ്മൾ ഗൗരിക്ക് ട്രാവൽ ബാഗ് മേടിക്കാനും കൂടെയാണ് സുഹൃത്തുക്കളെ പോണത്. പോണ വഴി രാജേന്ദ്രൻ സാറ് വരും. രാജേന്ദ്രൻ സാർ അവൻ്റെ അച്ഛൻ്റെ പേരാ, അവൻ്റെ ഒറിജിനൽ പേര് ആയിത്തേക്ക്. ഇപ്പോഴാ പഠിച്ചതാ, വലിയ കാര്യമാണ്, വലിയ ആളാ, സത്യം വലിയ ആളാ, വലിയ എന്തോ ഇതാണ് അവൻ. കാഴ്ച പാവം പയ്യല്ലേ രാജേന്ദ്രൻ. എന്തിനാണ് നമ്മളിങ്ങനെ ഓരോരുത്തരും എഴുതി പറയണം? നിറച്ച വണ്ടി ആൾക്കാരൊക്കെ പോണ സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എല്ലാരും കണ്ടോ? അയ്യോ അത് കാണാൻ പറ്റൂല, ഇനി അടുത്ത ട്രിപ്പിൽ കാണിച്ചു തരാം. ഇവിടെ മൊത്തം ദൈവത്തിന്റെ ഫോട്ടോ ആണ്. പെട്ടെന്ന് വേണ്ട അറിഞ്ഞോടാ. ഞാൻ ഇതുവഴി വല്ലപ്പോഴും നടന്നു പോകുമ്പോൾ കാണിച്ചു തരാം സുഹൃത്തുക്കളെ. നമ്മൾ രാജേന്ദ്രനെ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് ബാക്കി വിശേഷങ്ങൾ അറിയാം ഗൈസ്. രാജു മദ്രാസ്. അയ്യോ തല മാത്രം കിട്ടിയില്ല. രാജു കേറ് രാജു. സത്യം പാവം. എനിക്കെന്ത് വേണമെങ്കിൽ കളർ പോടാ. അത് എന്തൊക്കെ അറിയണം അവന്റെ മത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് രാജേന്ദ്രന്റെ വീട് അതിന്റെ അകത്തോട്ടാ എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അങ്ങോട്ട് നോവേ റോഡല്ല നമ്മള് കണ്ടത്. ഇവിടെ നിന്ന് വരുന്ന ഇരുന്നാ മതി. സത്യം ഭാരിച്ച കാര്യങ്ങളൊന്നും അറിയണ്ട. ഒരിടത്ത് വണ്ടി കൊണ്ട് നിൽക്കുമ്പോ അവിടെ ഇറങ്ങുക, പിന്നെ വല്ലതും മേടിച്ച് തന്നാൽ കഴിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തിരക്കണ്ട. സത്യം 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 സത്യം. ഇനി എന്തെങ്കിലും അറിയണോ? ആ കാര്യക്ക് എവിടെ പോണ് എന്തെങ്കിലും അറിയണോ? സർവേക്കല്ലിൽ തുണിയിട്ടൊക്കെ വേർത്ത് അറിയണം. അതെയോ? അതൊരു ചെറിയ സർവേക്കല്ല്. ഞാനല്ലേ പറഞ്ഞ സർവേക്കല്ല, ഇയാളല്ലേ പറഞ്ഞത്. എന്താ പറയുന്നത്? നമ്മളൊരു സുഹൃത്തിനെ പറ്റി ഇങ്ങനെ കാണാം. സുഹൃത്ത് ആരെ സുഹൃത്ത്? എന്ത് സുഹൃത്ത്? എനിക്ക് വളവ് കയറിയത് സുഹൃത്താ. ഇവന്റെയൊക്കെ സംസാരം കേട്ട ആരാണ് പറയാത്തത്? ഈ ക്യാമറ കോപ്പി ആട്ടെ. പ്ലേ ബോയാ നിന്നെ അവൻ സേവ് ചെയ്തിരിക്കണതാ. പ്ലേ ബോയ് ശങ്കർ എന്ന്. ആ അത് മതിയാ. 1195 മതിയോ? ഡിസ്കൗണ്ടും വരും. ഇത് ബ്ലാക്ക് ആണ്. നൈറ്റ് ലൈഫ് ഓഫ് ആറ്റിങ്ങൽ. പിന്നെ 6:30 നൈറ്റ് ലൈഫ്. കാര്യത്തിൽ പറഞ്ഞതാ സുഹൃത്തുക്കളെ. നമ്മളിനി അവിടെ ഏതെങ്കിലും ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗായ്സ്. ഗ്ലാസ് ഒക്കെ തുറന്ന ഇട്ടിരിക്കുക. എനിക്ക് അടി പിടിച്ച് പ്രശ്നങ്ങളാവും. രാജു ഹായ് പറ. രാജു ബായ്. നമസ്കാരം സുഹൃത്തുക്കൾ. സദയാത്രക്കാരൻ ഗൗരിയാ ഇപ്പൊ വരും. അറിയാമോ? നാട്ടിക്ക് കൊള്ളല്ലേ പോയവർക്ക് അത് അറിയണ്ട. അവനെ കൊണ്ട് എയർപോർട്ടിൽ കൂടെ ഗൗരീനെ. അവൻ ജമ്മു കശ്മീർ. വേണ്ട, ഇപ്പൊ തന്നെ ഒരു വണ്ടി ആളുണ്ട്. നിന്റെ വണ്ടി കൂടെ എടുക്കാൻ സമയമില്ല. ഇവൻ വന്നിട്ട് എയർപോർട്ടിൽ പോലീസ് ഓടി. ശരിയല്ല കേട്ടോ. നീ കണ്ടിട്ട് ഒരു പാവം പൈനായിട്ട് പോകുന്നു. ആരേ വരാ ഈ എല്ലാം ഉണ്ട്. ഞാൻ തന്നെ തള്ളിയാ മതി. ഓനാണ് ഗൾഫിൽ പോണോ? ഒരു ഗേറ്റ് താളി തുറക്കാൻ പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ പോണെന്ന് പറഞ്ഞാൽ മതി. സ്വിറ്റ്സർലാൻഡാ? സ്വിറ്റ്സർലാൻഡിൽ പോണ രായം തന്നെയും കൊണ്ടോ? അങ്ങനെ ഉള്ളൂ. റെഡ്മീറ്റ് എന്നാ പേര്. ഇവിടെ വാക്ക് നടക്കാൻ തുടങ്ങി. രാജേന്ദ്ര സാർ പറഞ്ഞതെന്ന് വെച്ചാൽ ബീഫിന്റെ ഇംഗ്ലീഷ് പടത്തോന്ന് ചോദിച്ചത്. സെർച്ച് ചെയ്ത്
ബീഫിന് ഇംഗ്ലീഷ് വേണം. ബീഫിന് ഇംഗ്ലീഷ് വേണം പൊട്ടാ. ബീഫിന്റെ ഇംഗ്ലീഷ് വേർഡ് അത് എനിക്കറിയാം. അത് മനസ്സിലായി. പിന്നെ നിന്റെ സംശയം ഇപ്പൊ എന്താ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ കേൾക്കട്ടെ. പാവട്ട ഗൗരി അവിടെ ബില്ലടിക്കുന്ന സുഹൃത്തുക്കളെ പാത്രം കഴിക്കാൻ പാടാ പൈസ ഇല്ലെങ്കിൽ. അവരൊക്കെ കേറി പൊന്ന പല ആളല്ലേ ഇപ്പ. പഴയായിട്ട് നിങ്ങൾക്കെ അവരെ അറിയായിരുന്ന? ഇല്ല. കിട്ടിയാ ഉത്തരം കിട്ടിയടാ. ഉത്തരം കിട്ടിട്ടാ മനോര. രാജേന്ദ്രൻ തോറ്റി ഗൈസ്. എല്ലാം നിന്റെ റെഡ്മീറ്റ്. പശുവിന്റെ മാത്രമല്ല റെഡ്മീറ്റ്. ആടൊക്കെ റെഡ്മീറ്റ് അല്ലേ? എല്ലാം അതെല്ലാം റെഡ്മീറ്റാ. ആനിമൽസ് എല്ലാം റെഡ്മീറ്റാ. കോഴി റെഡ്മീറ്റ് അല്ല. ആനിമലാണോ കോഴി? ആനിമലല്ല. ഇതാണ് നമ്മുടെ ബുദ്ധി, ഇതാണ് നമ്മുടെ ഗ്യാങ്. ശരിയാ. ഇടാ അതെ. ഇവനെ പറ്റി എന്തായാലും പറയാണ്ടാ എടാ. നിന്റെ കൂടെ എന്തോ പ്രതീക്ഷിക്കായി. ക്യാമറ എടുത്തേണ് അളിയന്റെ അയ്യന് പൈസ. ഈ അവശതയാണ്. കൈസ് കൊമ്പം പരിപാടിയാണ്. ആരാ അയ്യരാ കൈസ് അരിയിലായി വാപ്പ സൂവാവുന്നില്ല. ശരി എംപി കൂടിയ. ഇനി നമ്മൾ എയർപോർട്ടിലോടാണ് സുഹൃത്തുക്കളെ പോണത്. എന്നിട്ട് വേണം നമ്മൾ ജയിലിലാവാൻ. ഇവന്റെ ഫ്ലൈറ്റ് ആവാറായി സുഹൃത്തുക്കളെ. അലിയല്ല അലിയുടെ ചേച്ചിയുടെ കല്യാണത്തിൽ വരണ്ട എന്നാണ് അലി പറഞ്ഞത്. എല്ലാരും വരണം. അലി കല്യാണം ഡേറ്റ് എന്താന്ന് പറയും? 18 തീയതി, ജനുവരി 18 തീയതിയാണ്. ഞായറാഴ്ച കല്ലമ്പലം ജാഗി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. എല്ലാരും വരണം. കേറി പോണേ. ഹാപ്പി ജേർണി ബ്രോ. സ്വിറ്റ്സർലാൻഡിൽ പോടാ നീ. സ്വിറ്റ്സർലാൻഡ് ഇവ ആറ്റിങ് വരെ പോവാ. എയർപോർട്ടില എന്തിന് പറഞ്ഞോ? ഇവന് നമ്മളെന്തിന് ഇവ വിചാരിച്ച അലീനെ കണക്കെല്ലാരും ഓടി വരും. ഒരു ഡോളർ ആയിരിക്കും വാങ്ങിച്ച കളിയാ. ശരി ബ്രോ. ബൈ ബ്രോ. ബൈ 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 ഗൈസ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് പോകാൻ പറ്റും എന്നാണ് പൊന്നം പറയണ. ഓ എന്നിരിക്കുന്നത് ഇവരൊക്കെ ഇവിടെ നിന്ന് വരുന്നടാ. രാജേന്ദ്ര ഫ്ലൈറ്റ് എവിടെ? വായിക്കാത്തോണ്ടടി രാജേന്ദ്രന്റെ ഒക്കെ ശരീരം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. ഇത് എവിടെ ഇതാണത്? അരമണിക്കൂർ എവിടെ നിൽക്കുന്ന ഫ്ലൈറ്റിന് പോകാൻ ഒരു JCB വരുന്നുണ്ട്. രാജു ദ റിയൽ ഹീറോ. ഓ മാമപ്പൊക്കെ ചെയ്തു. ഇത്ര ബോക്സിങ്ങിലൂടെ JCB പോണ്. ഓ വരുന്ന കായ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? രാജേന്ദ്രന്റെ സിനിമാറ്റിക് എടുത്ത് കാണിച്ചു കൊടുക്കാം. അഴകൂറും പെൺമയിലേ കൊതിക്കുന്നു ഞാൻ നിന്നെ ചിന്താപരമിഴിയും പോലെ. ശിവനെയൊക്കെ വെച്ചൊരു പടം കൊടുത്താ കൊമ്പ ഹിറ്റായി. ഇതേപോലെ ഒരു 10 പയ്യന്മാര് കേരളത്തിൽ. അപ്പൊ ഈ മീശ മൊത്തം 17 കണ്ടോണ്ടല്ലോ. നിനക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അതിനകത്ത്? നീ അതിനകത്ത് നോക്കിയാണ് ഈ പയ്യ എന്തോ ഈ സംസാരിക്കണത്. ഇതൊക്കെയാണ് പറ്റിയൊക്കെ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി. യവമ്പേരെ വെട്ടി തുടങ്ങി. ഞാൻ ഇന്നത്തോടെ ഈ പരിപാടി നിർത്തി. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത തമാശ പണ്ട് കോളേജ് വെച്ച്. അതൊക്കെ ഇപ്പം എനിക്ക് തന്നെ പാടിച്ചു. അല്ലെങ്കിൽ ഇവനൊക്കെ വല്ല വീഡിയോ ആക്കും. ബീഡിയാ അവനിങ്ങനെ കുറേ ബീഡിക്കുറ്റിയും അവൻ്റെ സിഗരറ്റും
ഗൈസ് ബൈ ദ വേ രാജേന്ദ്രൻ കൂള് വയ്ക്കും കേട്ടില്ല കൂള് ഡോണ്ട് യൂസ് ഡ്രഗ്സ്. ഗൈസ് ഇവിടെ ഇനി അടുത്ത പ്ലെയിൻ വരുമെന്ന് പറയണത് നമ്മളിവിടെ തന്നെ നിൽക്കുന്നത്. അതിനിടെ രാജേന്ദ്രൻ സാർ അവിടെ പോയി യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പം കറണ്ടടിച്ച് വരും. ഗൈസ് ഇപ്പം അവൻ്റെ പല സാധനങ്ങളും പോവും. ഇവനൊക്കെ എങ്ങനെ ഫോക്കസ് ആവുന്ന ഈ രാത്രിയും. ഗൈസ് നമ്മൾ അടുത്ത ഇതൊന്നും കാണാൻ നിന്നില്ല. നമ്മളിനി ചായ കുടിക്കാൻ പോവാൻ. ഫുഡ് ബ്ലോഗ് ചായ കുടിക്കുന്നതാണ് ഫുഡ് ബ്ലോഗ്. അവിടെ രാജേന്ദ്രൻ അതിൻ്റെ വഴി തെറ്റിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ പറഞ്ഞു. ഗൈസ് നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. രാത്രി 3 മണിക്ക് ഷേക്ക്, പാട്ട്, കാഴ്ചകൾ, നല്ല കാഴ്ചകൾ എല്ലാം കാണാം രാത്രി. ഗൈസ് ബൈ ദ വേ ശരി. പിന്നെ രാത്രി നല്ല സമയമായി. പിന്നെ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫോണിലെ ചാർജ് കയറാറായി. വീട്ടിൽ പോയിട്ട് കിടന്ന് ഇനി ഉറങ്ങും സുഹൃത്തുക്കളെ. പിന്നെ ഇൻസ്റ്റാപാട്ടൊരു സംഭവം ഓർഡർ ചെയ്ത് അപ്പോൾ വരും. അങ്ങനെ അടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു ബ്ലോഗിൽ കാണാം സുഹൃത്തുക്കളെ. പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഞാനെന്ന് എണ്ണ തേച്ചുകൊണ്ടാണേ.